എന്റെ പടിക്ക് പോട്ടെ തനിക്ക് നക്കിന് നീ അവിടെ കൊണ്ടുപോയി. തനിക്ക് നക്കിന് തനിക്ക് നക്കിന് തനിക്ക് നക്കിന് താന 50 രൂപ വേണ ഒരു മണ്ണാങ്കട്ടി വേഗം നനയ്ക്ക് മേരി. എന്റെ പടിക്ക് പോട്ടെ നീ ഒതുങ്ങി നിക്കട്ടെ ചേട്ടാ 1 രൂപ ഇവിടെ നടക്കണം അപ്പൊ നടക്കടാ 1 രൂപ തര നീ ഒതുങ്ങി നില്ല് മാമ തനിക്ക് നക്കിട്ട് ചാണി നീ തനിക്ക് നക്കിഞ്ചാണ് 1 രൂപ ഒരു നീ വരുന്നെങ്കിൽ വാ, ഞാൻ പോവാ. അതന്നെ താനാണ് തനിക്ക് നക്കിന് താന ഞാനും ഈ ഉള്ള സ്ഥലത്ത് നമുക്കും എന്തേലും കൃഷി ചെയ്യായിരുന്നു. അവൻ ഉണ്ടാക്കിയ ഈ വീടല്ലാതെ ഇപ്പൊ വേറെ എന്താ ഉള്ളത്? നാളെ ഒരുത്തൻ വന്ന് ഇത്ര പണം വേണം, ഇത്ര പൊന്നു വേണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഏതായി ഒരുത്തൻ? ഏതെങ്കിലും ഒരുത്തൻ. അങ്ങനെ ഒരുത്തൻ ഇവിടെ വരണ്ട. എന്ന് വെച്ചാ അടുത്ത കൊല്ലം വയസ്സ് 20 നിനക്ക് അറിയാവോ? ഇന്നോ നാളെയെന്ന് പറഞ്ഞ് നിൽക്കുക ഞാൻ. ഒരു 50 കൊല്ലത്തേക്ക് വല്യമ്മ ചാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ചാവ് നീയാണോ നിശ്ചയിക്കുന്നേ? ആനയോ? അതാരാ? അയാൾ എന്നെ കളിയാക്കി വിളിക്കുന്ന വല്യമ്മച്ചി. എന്തിനാണ് നോക്കി? അല്ലെങ്കിലേ അവൻ അകത്തോട്ട് കയറി വരും. എനിക്ക് വയ്യ, വല്യമ്മച്ചി എന്ന് നോക്ക്. അവൻ വല്ലതും പറയും, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എനിക്ക് അയാൾ കാണുന്നത് വെറുപ്പാ. എന്തോ ചെയ്യും ഓരോ പുലിവാലും. യവനെ ഞാൻ. എന്താ കുഞ്ഞെ, വിളിച്ചോ? കൊച്ചുമോളെവിടെ വഴക്കാളി? ആന കൊച്ച് എന്നാത്തിനാ? ഞങ്ങളുടെ കിണറ്റില് വെള്ളം പറ്റുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഇനി വാ, ഇനി വാ വല്യമ്മച്ചി. ആണ്ട നോക്ക്, പറ്റിയോ നോക്ക്. കാലത്തേലും കൂടുതലില്ലേ വെള്ളം? നേരെ എന്തോരം വെള്ളം. കൂടുതലോ കുറവെന്നുള്ളതല്ല, ഞങ്ങളുടെ വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിനാന്നേ പറഞ്ഞുള്ളൂ. എങ്കിൽ നിങ്ങളുടെ വെള്ളം താണ്ട് അതുപോലെ ഇരിക്കുന്നു, കോരി മൂക്കറ്റം കൂടി. അവിടെ ഒരു വെള്ളവും കിണരും. ബാക്കിയുള്ളവരാരും വെള്ളവും കിണറും കണ്ടിട്ടില്ലാത്ത പോലെ. ഇതിപ്പോ കൊണ്ട് അകത്ത് പോയി, കാലത്ത് ചോദിക്കുമ്പോ തരണം. ഇത് കണ്ടോ വല്യമ്മച്ചി? പാത്രങ്ങൾ അപ്പടി ചളുങ്ങിപ്പോയി. ഇതിന് എണ്ണത്തിന് കൊള്ളാം. അപ്പൊ വേണ്ടായോ? നമ്മനെ കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞേക്കാവല്ലോ. എന്താങ്ക ഇളനി? இளநியா? எங்க? இதுவா? நீ சாப்பிட்ட? வேண்டாங்க, முதல்ல நீ சாப்பிடு. கேளுங்க. நான் கொடுத்த நீ சாப்பிட மாட்டியா? அப்படி இல்ல. சாப்பிடு சாப்பிடு சாப்பிடு. மாமா, இளநீ கீழே கீழே விழுந்தாச்சு. இப்படியே விழுந்தாச்சா? நீ எதுக்கு இப்போ இங்க வந்த? அவங்கள ஒண்ணும் பண்ண முடியாது மாமா. அவங்க அந்த வீட்டுல இருந்து தண்ணி எடுத்துக்கிட்டு வந்து அங்க ஊத்துறாங்க. அப்படியா? ஆமா. தண்ணி ஊத்திட்டு அவங்க என்ன பண்ண போறேன்? நான் சொல்லலையா மாமா, அவங்க அங்க வாழை வச்சிருக்கேன். ஆமா ஆமா ஆமா. சரி, தண்ணி ஊத்தட்டும், வாழை வளரட்டும். அப்புறம் என்ன பண்ணணும் நான் சொல்றேன். நான் விட மாட்டேன்றா. நானும் விட மாட்டேன். இளநீ நல்லா இருக்கு. അയാളുടെ അഹങ്കാരം നാളത്തോടെ തീരും. ഞാൻ സത്യമായിട്ടും പറയുക, എങ്ങനെയാണെങ്കിലും ഞാൻ എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങിപ്പോവും. ഇച്ചായും കേക്കും. കേക്കട്ടെ, കേട്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചോടത്തി പറയാൻ പോവാ. മേരി, നീ എന്നെ കൊല്ലിക്കല്ലേ.
പറഞ്ഞ നിങ്ങൾ നന്നാവത്തില്ല. എന്നെ മോനെ വഴിയാതരാക്കാൻ തന്നെ പുറപ്പാട്. ഇവിടെ ഇപ്പൊ എന്നാ ഉണ്ടായിരുന്നു നീ പറയുന്നേ? രാവിലെ വല്ല പണിയല്ലായിരുന്നു? ക്ഷീണം കൊണ്ട്. ക്ഷീണം വന്നാ കുടിക്കും, സന്തോഷം വന്നാ കുടിക്കും, സങ്കടം വന്നാ കുടിക്കും. വെറുതെ ഇരുന്ന് മുഷിഞ്ഞെന്ന് പറഞ്ഞോട്ട് അപ്പോഴും കുടിക്കും. കുടിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ അപ്പപ്പോ ഉണ്ടാക്കും. നിങ്ങൾ മാത്രമേ പണിയെടുത്ത് ക്ഷീണിച്ചുള്ളൂ. ആ ഉറങ്ങുന്ന മനുഷ്യനോ ചട്ടമ്പിയോ തെമ്മാടിയോ എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ അത്രയും സ്നേഹം ഇഷ്ടമൊന്നും നിങ്ങൾക്കില്ല. ഈ മലമൂട്ടി കിടന്ന് അങ്ങനെ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഓ, നിനക്ക് വേണ്ടിയായിരിക്കും. ആണ്, എനിക്ക് വേണ്ടി തന്നെയാ. അതിനിപ്പോ എന്നാ വേണം? എനിക്ക് മടുത്തു. നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല. എടുക്കോട്ടെ, നിന്നെ ഒരു ആപ്പസായിട്ടാണല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇന്നെവിടെ പോയി? എടി എവിടെ പോയെന്ന്? ഒരു പ്രായം കഴിഞ്ഞാൽ പെമ്പിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. അതെ, കോരസാറിന്റെ മോള് റോസി, വയസ്സ് 14 തികഞ്ഞിട്ടില്ല. പക്ഷെ ആപ്പസാരി ഉടുക്കാണ്ട് അവള് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയല്ല. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൺമേൽ കളിയാ. പിടി വിട്ടാ വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. സൂക്ഷിക്കണം കേട്ടോ. അയ്യോ, അയ്യോ, എന്നാ പറ്റി ചായ? ഒന്നുമില്ല. അങ്ങോട്ട് എന്നാ പറ്റിയതാ? അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. അയ്യോ, ഏതാണ്ടും കുത്തിക്കേറിയതാ. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ, ഇയാൾ എങ്ങനെയാ വീണേ? അത് വല്യമ്മച്ചി, ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണുമേ കളിയാ. ഞാണു പൊട്ടി ആള് വീണു. മേരി, നീ പോയി ചേട്ടൻ ഷർട്ട് എടുത്തുവാ. എന്നാത്തിനാടാ? ഇപ്പൊ തന്നെ ഡോക്ടർ എടുത്തു പോവാ. ഒന്ന് പോടാവേ. ഇച്ചിരി ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി. അയ്യേ, അത് മുറിവേലോട്ട് വെച്ച് ഒരു കെട്ട് കെട്ടിയാ ഉണങ്ങിക്കോളും. എന്നാലും തിരക്കില്ലാത്ത വേദനയുണ്ട്. എടാ കുട്ടപ്പായി, ചാണ്ടിച്ചായനെ കാണാനില്ലല്ലോ. നീ ഒന്ന് വീട്ടിൽ ചെന്ന് നോക്കിയേ. ചിലപ്പോ ഉണരാൻ ലേറ്റ് ആയി കാണണ്ട. ആര് ചാണ്ടിച്ചായനോ? പുലർച്ചെ ആദ്യത്തെ കോഴി കൂവുമ്പോ ചാണ്ടിച്ചായൻ റെഡിയാ. അപ്പൊ കോഴിനെ ആരും വിളിച്ചിണ്ടാവില്ല. എടാ അവ അതിന് നമ്മൾ ചാണ്ടിച്ചായന്റെ ദേവത്തോട്ടല്ലോ കളിക്കുന്നേ. ചാണ്ടിച്ചായൻ വിശ്രമിക്കട്ടാ. ചാണ്ടിച്ചായൻ വിശ്രമിക്കട്ടാ. അപ്പോഴേ മേരി, ഈ ചായന്റെ കൈക്ക് മുറിവ് പറ്റിയാരും നീ ആനപ്പനോട് മറ്റും പറയണ്ട കേട്ടോ. എന്നാ കാര്യം? ഈ ചായൻ തന്നെ പറഞ്ഞത്. ഈ ചായന്റെ ദേഹത്ത് ഇത്തിരി മണ്ണായെന്ന് കേട്ടാ മതി. 3 പേർക്ക് പിന്നെ അത് മതി ബഹളത്തിന്. കാര്യം വഴക്കും വെക്കാണോ തല്ലൊക്കെ ആണെങ്കിലും പരസ്പരം എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? അത് നേരാ. അല്ലെ പിന്നെ ഇച്ചാൻ ഒരു കത്തിട്ട ഉടനെ 3 ആള് അലച്ചു തല്ലി ഇങ്ങ് പോരുവോ? ആരാ അവിടെ? ഇത് ഞാനാ വല്യമ്മച്ചി. അയ്യോ, ഇത് നമ്മുടെ ദേവസിക്കുട്ടിയല്ലോ. നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്നാ വല്യമ്മച്ചി അങ്ങനെ ഒരു ചോദ്യം? ഓ, ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും. അവൻ ഏതാ വല്യമ്മച്ചി ആ കിഴങ്ങൻ? നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ. അല്ല, അവനെ ജീപ്പിന്റെ മുമ്പിൽ കിടന്ന ഒരു ഡാൻസ് കളി. ആരാവൻ? മേളില് താമസിക്കുക. വാടകയ്ക്കോ? എന്ന് വേണമെങ്കിൽ പറയാം. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളൊന്ന് വലിയ പെണ്ണായി പോയല്ലോ വല്യമ്മച്ചി. സാറാമ്മച്ചേർത്തിക്കൊക്കെ സുഖമല്ലേ ദേവസുട്ടിച്ചായ? അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പഴേ വല്യമ്മച്ചി, ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഇരുട്ടാകാതെ ഇങ്ങനെ കാട്ടി കയറുന്ന സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടാക്കി തന്നാ കൊള്ളാം. അപ്പഴേ ആശാനെ, ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽപ്പെട്ട് തവിട് പൊടിയായനെ. അത് പറയാനൊക്കെയല്ല.
എന്റെ മേത്തടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ജീപ്പ് അവിടെ കൂടി ആയനെ. നെകളിപ്പിച്ചിരി കൂടുതലുള്ളവനാന്നാ തോന്നുന്നത്. ഏയ് അതൊന്നുമില്ല. പിന്നെ നിനക്ക് തിന്നാൻ എന്നാ വേണ്ടേ? ഓ ഉള്ളത് എന്നാന്ന് വെച്ചാ അത്. ആനിയെ, നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ കുറച്ച് വെള്ളം 3-4 ഗ്ലാസ് ഇങ്ങട്. എടാ പാപ്പച്ചാ, നീ അടിച്ച് ഫിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടു പോരുവേ. ഞാൻ അങ്ങനെയൊന്നും വിഴത്തില്ല കേട്ടോ. അതേ പോണു ബക്കറ്റും പിടിച്ച്. കൊണ്ട് വെടിവെച്ചാ മനുഷ്യന്മാര് ചാവോ ദേവസൂട്ടിച്ചായ? എന്നാ നിനക്ക് വല്ലവരെയും കൊല്ലണോ? കൊല്ലണോന്ന് ചോദിച്ചാ കൊല്ലണോന്നുണ്ട്. ഈ തോക്ക് എനിക്ക് തന്നേക്കോ? നീ എടുത്തോ. നീ ഇവിടെ നിൽക്കായിരുന്നല്ലേ? എന്നതാ ചായ, കഴിക്കാൻ വല്ലതും വേണോ? വേണോന്ന് ചോദിച്ചാ നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അപ്പച്ചനും എന്റെ അപ്പച്ചനും വലിയ കൂട്ടായിരുന്നേ. അവര് തമ്മിൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ കാര്യ? നീ എനിക്കുള്ളതാണെന്നുള്ള കാര്യം. ഇഷ്ടമല്ലേ നിനക്കെന്നെ? ഇഷ്ടമല്ലേ? മാറിച്ചായ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്. ജോലി ചെയ്തോ. നീ ഇത് പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നതായാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. എന്നതാ പ്രശ്നം? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മോശമല്ലേ ആശാനെ? അങ്ങനെ പോയാലോ? അവന്മാരെ തൂക്കിയെടുത്തുണ്ട്. വേഗം സ്ഥലം വിട്. ഇനി ഈ ഏരിയ കണ്ടുപോരുത്. തോക്കി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോളാം. കോഴിമുട്ട കൊണ്ട് ഒരു 3-4 കോഴിമുട്ട എടുത്തു പാടി. അല്ലെങ്കിൽ വേണ്ട. എടി പെണ്ണേ, ഈ പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാ. കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ
സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീണ് പൊട്ടിപ്പോവും. മനസ്സിലായോ? എങ്കിൽ വെക്കടാ വെടിയെന്ന് പണ്ട് ചാണ്ടിച്ചായ തോക്കിന്റെ നേരെ നിന്ന നിപ്പിൽ ചാണ്ടിച്ചായ മേപ്പോട്ട് ഒറ്റ ചാട്ടവാ, ഒരു 10 അടി ഉയരത്തിൽ. ആകാശത്ത് നിന്നൊരു ചവിട്ട്, ഉണ്ട കൊണ്ട തൂണേല്, ദേവതിക്കുട്ടിയും തോക്കും തറയില്. ചാണ്ടിച്ചായൻ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ. വാളുണ്ടായിരുന്നു, അവന്മാര് വെട്ടി. ചാണ്ടിച്ചൻ ഇടം കൈ കൊണ്ട് വാള് കയറി അങ്ങ് പിടിച്ചു, ഉള്ളം കൈ കയറി. പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു അട്ടി മുഴുക്കെ. ആ ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറിവ് പറ്റിയെന്ന് കേട്ടു. അയ്യോ, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്ങാപ്പി കുടിക്കും പോലെ ഉള്ളൂ. കൂടരഞ്ഞി അമ്പ് പെരുന്നാളെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്. പോരെ സാറ്, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി TP ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയും കോരസാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരം കൂടരഞ്ഞി പള്ളിയിൽ അമ്പേരുന്നാൾ വരുന്നത്. ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്ത് അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വല്യപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തും കോരസാർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാ സംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ, വാരിക്കുന്തം, വടിവാള്. എന്നാ ചെയ്യും? ചാണ്ടിച്ചെയ്യ മാത്രമുണ്ട് കോരസാറിന്റെ കൂടെ. എടാ ചാണ്ടിയെ, അവന്മാരനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോരസാർ. അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകയല്ലാന്ന് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും ഒരു പിടിയില്ല. പൂഴിമണല് മേലോട്ട് പറക്കുന്നു കണ്ടു, അത്രമാത്രം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ താഴെ കിടക്കുക. എന്നതാ? ചാണ്ടിച്ചായൻ. മണ്ണാൻ കട്ട. അപ്പൊ കോരസാറായിരിക്കും. അയ്യടാ, ഈ 40 പേരുടെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാരിക്കുന്നതും സൈക്കിളും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്. അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോരസാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിരി പിള്ളേരെ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി. അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് ഒരു അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ. ഇച്ചായ ഞങ്ങൾ ഇറങ്ങുവാ. ആരാത്? ആ, നീയായിരുന്നു. ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ? ഓയിൻമെന്റ് പറ്റിയ വേഗം മുറിവ് ഉണങ്ങും. എന്തോ? വല്യമ്മച്ചിയുടെ കാലിലെ മുള്ളുകൊണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുടിച്ചെന്നതാ. അതിന് കയ്യിലെ മുറിവ് ഉണങ്ങാൻ. ഓ, അതാണോ? വേണമെന്നില്ല. വല്യമ്മച്ചിയുടെ കാലം ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താൽ മതി. കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്ന് ഏക്കല കുഞ്ഞെ. ആടിന്റെ മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവങ്ങ് കരിഞ്ഞു. അല്ല, നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്, ഞാൻ കസർത്തിറക്കണ മറ്റേ കയറൂടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വയ്ക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കളയിൽ പണി വല്ലതും ഉണ്ടോ നോക്കും. ചളി മരുന്ന് കൊണ്ട് നടന്നു. ആ, നിങ്ങളുടെയൊക്കെ ചായയോട് കഴിഞ്ഞില്ലോടാ? ഓ, തീർന്ന ചായ ഇപ്പൊ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. മുറിവ് അധികം ഉണ്ടോ? ഓ, ഇതൊക്കെ ഒരു മുറിവാന്നോ? വടിവാളെ കയറി പിടിച്ചല്ലയോ? വടിവാളോ? ഏത് വടിവാളോ? അത് അന്ന് വടിവാള് വാങ്ങിയപ്പോ ചാണ്ടിച്ചാൻ കയറി പിടുത്തം പിടിച്ചില്ലയോ? ഓ, അത് ഞാൻ കയറി പിടിച്ചതാ. അത് അപ്പൊ തന്നെ ആട്ടുമൂത്രം ഒഴിച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു. എന്താ എല്ലാരും നിക്കുന്നേ? ചാണ്ടിച്ചനോടുള്ള ബഹുമാനം കൊണ്ട് നിൽക്കുക. അല്ല, ഇക്കാലത്തിനിടയിൽ ഈ നാട്ടുകാർ ഇതുപോലൊരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഓ, ഇതിനൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങിയില്ല. എങ്ങനെയാന്നേ? സാരമില്ല, എല്ലാരും ഇരിക്കേ. എല്ലാവർക്കും എന്റെ ചായ അമ്പലാരം കൊണ്ട് കുഞ്ഞിട്ടേ. ചാണ്ടിച്ചാൻ ഈ നാട്ടിൽ നിന്ന് പോരുതെന്നാ ആളുകൾ പറയുന്നത്. അതെന്നാ അങ്ങനെ? ഇച്ചായൻ ഈ നാട്ടുകാർക്ക് വേണം, അത്ര തന്നെ. ഓ, ഞാനൊക്കെ എന്നതാ ഒരു പുഴു. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയാലല്ലോ. ഒന്ന് ചുമ്മാ ഇരി എന്നെ മറിയച്ചെടുത്തി. ഞാനിവിടെ നമ്മുടെ അനിയത്തേറെ സഹായിക്കാൻ വേണ്ടി വന്നതാ. അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ പറ്റുകയില്ല. കോരസാർ ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായോ എന്തോ. അല്ലേ ചാണ്ടിച്ച, നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലോ? അയ്യോ, അത് നല്ലതാ ചെയ്യാ. എടാ, ഇവിടെ അതിന് മാത്രം ആളെ കിട്ടുമോ? ഓ,
ചാണ്ടിച്ചൻ പ്രസിഡന്റ് ആയിട്ടൊന്ന് നിന്ന് തന്നേച്ചാ മതി. അയ്യോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുകയല്ല. പാർട്ടിയുടെ എന്ത് കാര്യം ചെയ്യുന്നത് കോര സാറാ. അതുള്ളതാ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കോരസാറിന് വിവരം അറിയിക്കാൻ ചാണ്ടിച്ചായ. അറിയിക്കല്ലയോ? എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ. ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇന്നു മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം. തിരുവിതാംകൂർ കോൺഗ്രസ് സിന്ദാബാദ്. KC കോര സിന്ദാബാദ്. കുട്ടികൾ ചളി സിന്ദാബാദ്. ഓച്ചി ആൻ്റപ്പൻ. സിന്ദാബാദ്. അതാരാ? അത് ഞാനാ. ലടാ. മണ്ണ് നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ. ഇവിടെ തന്നെ വെള്ളം കൂടെ കിട്ടിയിരുന്ന ഒരു കലക്കായിരുന്നു. അല്ല നമുക്കിവിടെ ഒന്നും കൂടി കുറിച്ച് നോക്കിയാലോ? വരട്ടെ. ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞേച്ച് നമുക്ക് കിണറിന്റെ പണി നോക്കാം. അത് ശരിയാ. இங்க எவ்வளவு குத்தினாலும் தண்ணி கிடக்காதுங்க. ഇടവിട്ടപ്പായി ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയും. ஏங்க இங்க உண்மையை சொல்லக்கூடாதுங்க. മിണ്ടായിരടാ. ചാണ്ടിച്ചാനോട് എതിരെ പറയുന്നവരെ കഴുത്തിന് മേലെ തല കാണിയല്ല. അറിയാമോ നിനക്ക്? അല്ല ചാണ്ടിച്ചായ, ഇവനല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ. പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. அது மட்டும் சொல்லாதுங்க. நாம எல்லாம் மனித ஜாதி. மனிதன் மனிதனுக்கு உதவி தானே செய்யணும். ആ ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം. കപ്പയും കോഴിക്കറി. എന്റെ ആഹാ, അത് കൊള്ളാമല്ലോ. എന്നാ വാടാ എല്ലാരും. അത് തട്ടേച്ച് മതി ഇനി ബാക്കി പണി. എന്നാ വേഗം വിളമ്പടി. எனக்கு கொடுங்க, எனக்கு கொடுங்க. പിന്നെ ഞാൻ പൊടിക്കടി ആർത്തിപ്പെടാൻ. ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ. ആ. സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ, ആനി, ഇവളുടെ 3 കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആന്നോ? ഈ കൊച്ചിന് എന്നാ പറ്റി? ഇവള് തന്നെ ഇത് വെച്ചുണ്ടാക്കിയത്. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ പാചകമല്ല. ബെസ്റ്റ് ബെസ്റ്റ് കേട്ടോ. ഇവളാള് കൊള്ളാമല്ലോടി. ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ? എന്നും ഇങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാമല്ലോ. കെട്ടച്ചായ ഇനി ഇടമല്ല നോക്കാനില്ല. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കെട്ടിക്കും.